എയർ ഇന്ത്യ വിമാനം ആകാശചുഴിയിൽപ്പെട്ട സംഭവത്തിൽ പൈലറ്റ് ലഹരി പദാർത്ഥം ഉപയോഗിച്ചിരുന്നതായാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. യാത്രയ്ക്ക് ശേഷമുള്ള ലഹരി പരിശോധനയിൽ ടോപ്പ് ടെസ്റ്റ് പൈലറ്റിന്റെ ശരീരത്തിൽ സൈക്കോ ആക്റ്റീവ് പദാർത്ഥങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു പൈലറ്റ് വിമാനത്തിന്റെ അകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ഒരു ടെസ്റ്റ് ഒക്കെ നടത്തും. എന്തെങ്കിലും തരത്തിൽ മദ്യപിച്ചിട്ടുണ്ടോ അല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന്. തിരിച്ചും പൈലറ്റ് വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും ഇതുപോലെ ഒരു ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റിലാണ് പൈലറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതായുള്ള ഒരു തെളിവ് ലഭിച്ചത്. ഓഗസ്റ്റ് 4-ന് ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് പറക്കുന്നതിനിടെയാണ് വിമാനം ആകാശചുഴിയിൽപ്പെട്ടത്. ലാൻഡിങ്ങിന് തൊട്ടു മുമ്പായിരുന്നു ഈ സംഭവം നടന്നത്. പറക്കുന്നതിനിടെ ഏകദേശം 300 അടിയോളം താഴേക്ക് വിമാനം അന്തരീക്ഷത്തിൽ വീഴുകയായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെയാണ് വിമാന ജീവനക്കാരുടെ ലഹരി പരിശോധന നടത്തിയത്. എന്നാൽ പരിശോധനാ ഫലങ്ങൾ എയർലൈനുമായി പങ്കുവച്ചിട്ടില്ലെന്നും അതിനാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കണ്ടെത്തലിനെ കുറിച്ച് പ്രതികരിക്കാൻ സാധിക്കില്ലെന്നും എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. സംഭവം നടക്കുമ്പോൾ എയർബസ് A320 വിമാനത്തിൽ 137 യാത്രക്കാരും 8 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. വിമാനം അപകടത്തിൽപ്പെട്ട ശേഷം 13 യാത്രക്കാർക്കും 4 ജീവനക്കാർക്കും പരിക്കേൽക്കുകയും അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. DGCA സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പരിശോധനയ്ക്കായി വിമാനത്തിന്റെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും സുരക്ഷിതമാക്കിയിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്യപ്പെട്ട പരിശോധനാ ഫലം എയർ ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഈ സംഭവം ജീവനക്കാരുടെ ക്ഷമതയും വ്യോമയാന സുരക്ഷയും കുറിച്ചുള്ള ചോദ്യങ്ങൾ വലിയ രീതിയിൽ ഉയർത്തിയിട്ടുണ്ട്. വിമാനം ഒഡീസയ്ക്ക് മുകളിലൂടെ പറക്കുമ്പോഴാണ് സംഭവം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. യാത്രക്കാരും ജീവനക്കാരും തെറിച്ചു പോവുകയും ചിലർ ക്യാബിൻ സീലിംഗിലും ഓവർഹെഡ് കമ്പാർട്ട്മെന്റുകളിലും ഇടിക്കുകയും ചെയ്തു. പരിക്കേറ്റ 17 പേരിൽ 5 യാത്രക്കാരെ ഡിസ്ചാർജ് ചെയ്തതായും മറ്റുള്ളവർ ചികിത്സയിലാണെന്നും എയർലൈൻസ് അധികൃതർ അറിയിക്കുന്നുണ്ട്. സംഭവത്തിന് ശേഷം വിമാനം പ്രവർത്തനക്ഷമമായി തുടരുകയും നിശ്ചയിച്ച സമയത്തിന് ഏകദേശം 40 മിനിറ്റ് മുമ്പ്, അതായത് രാവിലെ 11:07-ന് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറക്കുകയും ചെയ്തു. സിവിൽ ഏവിയേഷൻ മന്ത്രി രാം മോഹൻ നായിഡു ഡൽഹിയിലെ ആശുപത്രിയിൽ പരിക്കേറ്റവരെ സന്ദർശിക്കുകയും ചെയ്തു. തുടർന്ന് അപകടത്തിൽപ്പെട്ട സാഹചര്യങ്ങളും സംഭവ സമയത്ത് വിമാനം കൈകാര്യം ചെയ്ത രീതിയും DGCA പരിശോധിക്കാൻ തുടങ്ങി. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നും വിമാന നിർമ്മാതാക്കളെയും വിവരം അറിയിച്ചിട്ടുണ്ടെന്നും എയർ ഇന്ത്യ അറിയിച്ചു. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്ന് എയർലൈൻ അറിയിച്ചു. സംഭവത്തിന് ശേഷം വിമാനത്തിന്റെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും വ്യോമയാന അധികൃതർ കസ്റ്റഡിയിലെടുത്തു. വിമാനത്തിന്റെ സഞ്ചാരപാത, കോക്പിറ്റിലെ ആശയവിനിമയം, ജീവനക്കാരുടെ നടപടികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇവയിൽ നിന്നും ലഭിക്കും. സംഭവങ്ങളുടെ ക്രമം, അന്തരീക്ഷത്തിലെ അസ്ഥിരത സാഹചര്യങ്ങൾ, വിമാനം പ്രവർത്തിപ്പിച്ച രീതി, കൂടാതെ നിശ്ചയിച്ചിട്ടുള്ള സുരക്ഷാ നടപടിക്രമങ്ങൾ അത് പാലിച്ചിരുന്നോ എന്നിവയാണ് DGCA ഇപ്പോൾ പരിശോധിക്കുന്നത്. വിമാനം ലാൻഡ് ചെയ്ത ശേഷം പൈലറ്റുമാർക്ക് നിർബന്ധിത ലഹരി പരിശോധന നടത്തിയിരുന്നു. ഇതിനാലാണ് ക്യാപ്റ്റന്റെ പരിശോധനാ ഫലം സൈക്കോ ആക്റ്റീവ് പദാർത്ഥങ്ങളുടെ, അതായത് മസ്തിഷ്ക പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ലഹരി വസ്തുക്കളുടെ സാന്നിധ്യമുണ്ട് എന്ന് തെളിഞ്ഞത്. എന്നാൽ പരിശോധന കൃത്യമായി നടത്തിയെങ്കിലും അതിന്റെ ഫലം എയർലൈൻസിനെ അറിയിച്ചിട്ടില്ലെന്നാണ് എയർ ഇന്ത്യ വ്യക്തമാക്കിയത്. വാണിജ്യ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ജീവനക്കാർക്ക് കർശനമായ ക്ഷമതാ സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് വിധേയരാണ്. അതിനാൽ തന്നെ ഇത്തരമൊരു പരിശോധനാ ഫലം പുറത്തുവരുന്നത് അതീവ പ്രാധാന്യം അർഹിക്കുന്നു. എന്നിരുന്നാലും ആകാശചുഴി അപ്രതീക്ഷിതമായി സംഭവിക്കാവുന്നതാണ് എന്നതാണ് എയർലൈൻസ് അധികൃതർ പറയുന്നത്.